ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 13-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ ഇപ്രകാരം ഒരു പ്രസ്താവന കാണാം: വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്ന പദമാണ്. ആ വാക്യം മുഴുവൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്ന പദമാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പിശാച് ഇഷ്ടപ്പെടുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെന്നും, ഇരുട്ടിൻ്റെ കാലം, പിശാചിൻ്റെ കാലം തീരാറായി, വെളിച്ചത്തിൻ്റെ കാലം, ദൈവപ്രവൃത്തിയുടെ കാലം വെളിപ്പെടാറായി, ആ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എല്ലാം അതെന്തൊക്കെയാണെന്ന് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹങ്ങൾ, ദുഷ്കാമം, പിണക്കം, അസൂയ തുടങ്ങിയുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ഇരുളിൻ്റെ പ്രവൃത്തികളായിരിക്കുന്നതുമായ ആവിധ പ്രവൃത്തികളെല്ലാം വിട്ടുകളയുന്നവരും ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നിങ്ങൾ തീരുവാനും നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം എന്നുള്ളതായ വാക്കുകളാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുസരിക്കേണ്ടതായ ചില ഘടകങ്ങളെക്കുറിച്ച് ഈ വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം. 2, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. 3, മര്യാദയായി നടക്കണം. 4, മദ്യപാനവും വെറിക്കൂത്തും വിട്ടുകളയണം. 5, അധാർമിക ജീവിതം ഒഴിവാക്കണം. 6, പിണക്കത്തിലും അസൂയയിലും തർക്കത്തിലും നിന്ന് ഒഴിഞ്ഞു മാറണം. 7, യേശുക്രിസ്തുവിൻ്റെ പാപം നിങ്ങൾ ധരിച്ചുകൊള്ളണം. 8, മോഹങ്ങൾ ജനിക്കുവാൻ തക്കവണ്ണം ജഡസംബന്ധമായി ചിന്തിക്കുന്നവരായി നിങ്ങൾ തീരരുത് എന്നിത്യാദി കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ ഓർപ്പിച്ചിട്ടുള്ളത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്നവർ പിശാചിനോട് കൂട്ടായ്മയുള്ളവരായിരിക്കുമ്പോൾ, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചിരിക്കുന്നവർ ദൈവത്തോട് കൂട്ടായ്മയുള്ളവരാണെന്നും, ആയതുകൊണ്ട് തന്നെ ഇരുളിൻ്റെ പ്രവൃത്തികളെല്ലാം വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരാൻ തക്ക തലത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടം ജീവിപ്പാൻ ഉത്സാഹിക്കണം എന്നുള്ള വാക്കുകളാണ്. അതിനായി നമ്മെ സമർപ്പിക്കുന്നവരും അതിനായി നമ്മെ ഏൽപ്പിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലൂടെ ജീവിച്ച് അധമമായതിലും പരാജയപ്പെടുന്നതിലും എത്തിച്ചേരുന്നവരായിട്ടല്ല, ഞങ്ങൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ ചെയ്യുവാൻ കഴിയുന്നത് മാത്രം ചെയ്തെടുത്ത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ
ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.